യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവീക സമാധാനം നിറഞ്ഞ ഒരു ദിവസം ഏറെ സന്തോഷത്തോടു കൂടി ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജോബിൻ്റെ പുസ്തകം 40-ാം അധ്യായം 19-ാം തിരുവചനം. അവൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്. അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവപരിപാലനയിൽ ഒന്നാമതായി സൃഷ്ടിച്ചവനാണ് മനുഷ്യനെന്ന്. നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൽ നിന്നാണ്. ആ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ഉത്ഭവിച്ച ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, വിശ്വാസത്തോടെ ഏറ്റുചൊല്ലുന്നത് 91-ാം സങ്കീർത്തനത്തിൽ, അത്യുന്നതൻ്റെ സംരക്ഷണയിലും സർവശക്തൻ്റെ തണലിലുമാണ് ഞാൻ കഴിയുന്നത്. കാരണം എന്നെ സൃഷ്ടിച്ച പിതാവായ ദൈവം എന്നെ പരിപാലിക്കുക തന്നെ ചെയ്യും. ഒരാൾക്കൂട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൊച്ചുമക്കളുടെ കൈകളിൽ മാതാപിതാക്കൾ പിടിച്ചു നടത്തുന്നത് പോലെ നിങ്ങളെ ഓരോരുത്തരെയും ദിനംതോറും കൈപിടിച്ച് നടത്തുന്ന ദൈവത്തോടൊപ്പമാണ് നമ്മൾ കഴിയുന്നത്. അവൻ സൃഷ്ടിച്ചതിൽ ഏറ്റവും മനോഹരമായ ഒന്നാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തിനോ ഒരു ശത്രുവിനോ സാധിക്കുകയില്ല. സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്രയ്ക്ക് ബലപ്പെട്ടതാണ് സൃഷ്ടാവും നമ്മളും തമ്മിലുള്ള ബന്ധം. പ്രിയ സഹോദരങ്ങളെ, നിരാശയിൽ നിന്നും എഴുന്നേറ്റ് നമ്മളെ സൃഷ്ടിച്ചവൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ സൃഷ്ടാവ് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറ്റിവെച്ച് നമുക്ക് ആ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാം. നിന്നെ ഒരിക്കലും തള്ളിക്കളയാത്ത, വിട്ടുപിരിയാത്ത ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. പരിഭവങ്ങളോ പരാതികളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നുമില്ലാതെ ആ ദൈവത്തോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ഒന്നും എൻ്റെ കഴിവല്ല കർത്താവേ, എല്ലാം നിൻ്റെ ദാനമാണെന്ന് പറയുവാനുള്ള ചങ്കൂറ്റത്തോടെ നമുക്ക് ആ ദൈവത്തെ അനുഗമിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ഭൂമിയിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. വിജയം എപ്പോഴും നിങ്ങളുടെ കൂടെയാണ്. കാരണം ദൈവമാണ് നിൻ്റെ കൈപിടിച്ച് നടത്തുന്നത്. അവൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും മനോഹരമായ ഒരു വസ്തുവാണ് നീ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ നിമിഷം യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ലോകസമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം ഭരിക്കുന്ന ഓരോ രാഷ്ട്രത്തലവന്മാരും നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.